റൈറ്റ് ഇയാളെ പണി ഞാൻ അവിടുത്തെ കാര്യം അപ്പോഴത്തേക്കും ആ പെൺകുട്ടി ഇങ്ങനെ വന്നു, ബെല്ല് കേട്ടു, വന്നു, നോക്കി. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാകുന്നു? ശ്രീലങ്കയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാകുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ നദി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ രാജ്യം ഏതാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുതും വലുതുമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ ഇട്ട മുട്ട അറിയപ്പെടുന്ന എന്ന് പറയുന്ന രാജ്യം ഏതാണ്? മുട്ട വളരുന്നതുകൊണ്ട് അത് ഏറ്റവും വലിയ മുട്ട ഏത് പക്ഷിയുടെ മുട്ടയാണ്? അങ്ങനെ നമ്മൾ ഇന്ത്യയെ ഇന്ത്യ അല്ലേ? ഇതല്ലേ സംസ്ഥാനങ്ങള്? ഇതാണ് സംസ്ഥാനങ്ങൾ. മോൾ ഭാഗത്ത് ഇടോ, ഇതൊക്കെ കുട്ടികൾക്ക് ഉപയോഗമുള്ള സാധനമാണ്. നീ ഇതുപോലെ ഒരു 10-15 വീടൊന്നും കയറി ഇറങ്ങി നടക്കാതെ, ഇപ്പോഴത്തെ ഈ കൊറോണ കാലത്തൊക്കെ നീ എങ്ങനെ നടക്കുന്നത്? നീ ഇതുപോലെ സ്കൂളുകളിൽ കൊണ്ടുകൊടുത്ത് കുട്ടികൾക്ക് നല്ല രീതിയിൽ പടം വരച്ച് പഠിക്കാനൊക്കെ ഉള്ളൊരു ബോർഡാണിത്. ഇത് സെയിൽ ചെയ്യാൻ നോക്കണോ? ഇതുപോലുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യും. ഇത് കണ്ടോ, ഇതെല്ലാം കുട്ടികൾക്ക് കളർ ചെയ്യാം. ഓടെ ഇതാണ് ആ ഡ്രോയിങ് ബോർഡ്. ഇതിൻ്റെ മേന്മയെന്ന് പറയുന്നത് വെറും ചിത്രം വരച്ച് ഉല്ലസിക്കുക മാത്രമല്ല, ഇതിൽ കുട്ടികളുടെ പഠന കാര്യത്തെ വളരെയധികം അനായാസമാക്കുന്ന ഒരു പഠന ഉപകരണം കൂടിയാണ് ഈ ബോർഡ്. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് 10-25 പ്രാവശ്യം വരച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ വരികയും അത് ഏത് സമയത്തും അവന് വരയ്ക്കുവാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ ഗ്രാഫിങ്ങിലൂടെയും ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുവാൻ കഴിയും. ഒപ്പം തന്നെ ഈ കളർ കണ്ടല്ലോ, ഈ ചാർട്ട് അനുസരിച്ച് ചാർട്ടിൽ കാണുന്ന കളർ നമ്മുടെ ഓരോ സ്റ്റേറ്റിൻ്റെയും കളറ് കൊടുക്കുവാൻ സാധിക്കും. കേരളത്തിന് അങ്ങനെ ഓരോന്നിനും കഴിയും. ഒപ്പം തന്നെ ഇവിടെ മനോഹരമായ കുറേ ചിത്രങ്ങളുടെ ഔട്ട്ലൈൻ ഉണ്ട്. ഇതിനെ മനോഹരമായി തന്നെ നമുക്ക് കളർ കൊടുത്ത് കുട്ടികൾക്ക് രസിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ അക്ഷരമാലകൾ വളരെ ഭംഗിയായി തന്നെ ഇതിൽ എഴുതി പഠിക്കുവാൻ സാധിക്കും. കൈയക്ഷരം നന്നാകുവാൻ വേണ്ടി കർസീവ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് അക്ഷരമാലയുടെ കർസീവ് റൈറ്റിംഗ് നടത്തുവാൻ അവർക്കത് സാധിക്കും. പിന്നെ വളരെ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു പഠിക്കുവാൻ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നോട്ടുകൾ എഴുതി പഠിക്കുവാൻ ഇതുപോലെ നമുക്ക് അക്ഷരമാലകൾ എഴുതാം. അക്ഷരമാലകൾ എഴുതി പഠിക്കാം, മാപ്പ് വരയ്ക്കാം, പിന്നെ ചിത്രങ്ങൾ വരയ്ക്കാം, എഴുതി പഠിക്കാം, മനോഹരമായ കളറിംഗ് നടത്താം, ഇംഗ്ലീഷ് അക്ഷരമാലകളുടെ കർസീവ് റൈറ്റിംഗ് നടത്താം. അങ്ങനെ എന്തുകൊണ്ടും വളരെ പ്രയോജനപ്രദമായ ഒരു ബോർഡാണിത്. ഇതിനാവശ്യമായത് ഇതുപോലുള്ള സ്കെച്ച് പേനകളും അല്പം നനഞ്ഞ തുണിയുമാണ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഈ ബോർഡ് ഭാരത് ബുക്സിൻ്റേതാണ്. ഇത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ എവിടെയും നമുക്ക് കിട്ടും. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം. വാങ്ങിക്കൊടുത്താൽ വളരെ പ്രയോജനപ്രദമാണെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.